പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 149 സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് പ്രീതിപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഒന്നാമത്തെ വായനയിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനുമായ യേശുവെന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്ന് അവർ ഞങ്ങളോട് വിവരിച്ചു. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുന്ന മനുഷ്യര്, അവനെ മാത്രം ആരാധിക്കുന്ന മനുഷ്യര്, അവനിൽ സർവവും സമർപ്പിക്കുന്ന മനുഷ്യര്, എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവനെ വിട്ടുപോകാത്ത വിധത്തിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യര്, ദൈവം എങ്ങനെയാണ് അവരിൽ പ്രസാദിക്കാതിരിക്കുക? യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാനും യഥാർത്ഥ ദൈവത്തെ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് സുവിശേഷം വരണേ. കപടനാട്യക്കാരെ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് നിയമജ്ഞരെയും ഫരിസേയരെയും ഒക്കെ നേരിടുന്നത്. അതിനുള്ള കാരണം കർത്താവ് പറയണത് നിങ്ങൾ അന്ധരായ മാർഗദർശികളാണെന്നുള്ളതാണ്. ശരിക്കുമുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കാത്ത മനുഷ്യര്, ശരിക്കുമുള്ള ദൈവാനുഭവത്തിലേക്ക് വഴിയിട്ട് കൊടുക്കാത്ത മനുഷ്യര്, വഴി തെറ്റിച്ചു കളയുന്ന മനുഷ്യര്, നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ എത്രമാത്രം കൂടെയുള്ളവരെ ബലപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്രിസ്തുവിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ലതാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥന അടക്കമുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈശോയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഇവരെയൊക്കെ? അതല്ലാത്തിടത്തോളം കാലം കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയും ഇതേ വാക്കുകൾ: അന്ധരായ മാർഗദർശികളെ എന്ന്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെസ്സലോനിക്കക്കാരോട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ എഴുത്തെഴുതുന്നത്. ആ ക്രിസ്തുവിലുള്ള വിശ്വാസം പറഞ്ഞുകൊടുത്ത അന്ന് മുതൽ അവര് ജീവിതം മാറുന്നുണ്ട്. അവനിൽ മാത്രമാണ് പിന്നെ വിശ്വസിക്കുക. പഴയ നിയമത്തിൽ അത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് യോന പ്രവാചകന്റെ പുസ്തകത്തിലാണ്. നിനവേ എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് ചെന്നിട്ട് ഈ കർത്താവിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതിരുന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കർത്താവിനെ പറ്റി, അവിടുത്തെ ക്രോധത്തെ പറ്റി, അവിടുത്തെ കരുതലിനെ പറ്റി ഒക്കെ ആള് വാചാലനാകുന്ന നേരത്ത് പിന്നീട് ഒരു നിമിഷം താമസിക്കാതെ യോന നഗരം മുഴുവൻ, രാജാവടക്കം, കന്നുകാലികളടക്കം, അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റേ അറ്റത്തുള്ളവർ വരെ ഇങ്ങനെ ചാക്കൊടുത്ത് ചാരം പൂശി ദൈവത്തിലേക്ക് മടങ്ങുന്നൊരു കാഴ്ച നമ്മൾ കാണും. അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ബാക്കി ഭാഗം കൂടി വായിക്കണം നമ്മൾ. താൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന തിന്മകളിൽ നിന്ന് ദൈവം പിന്മാറി. കർത്താവിൻ്റെ തീരുമാനം വരെ മാറ്റാനായിട്ട് ഇടയാക്കിയ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞു, സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ നടക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ മാറ്റം വരുത്തി. അത് പറഞ്ഞു കൊടുക്കാനും അതുവഴി മാത്രം നടക്കാനും നിയോഗവും ബാധ്യതയുമുള്ള മനുഷ്യര് എന്തുകൊണ്ടാണ് ഇപ്പോഴും സത്യം പറയാതിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് സുവിശേഷത്തിൻ്റെ സത്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഈ കുടുംബത്തിൽ ശരിക്കുള്ള സുവിശേഷത്തിൻ്റെ ആ ഒരു ധ്യാനം നമുക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും അറിയാതെ, സുവിശേഷത്തിൻ്റെ സത്യം എന്താണെന്നറിയാതെ, ക്രിസ്തുവെന്നുള്ള യഥാർത്ഥ സത്യ ദൈവത്തെ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ഒരു കുടുംബം നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മുടെ പിള്ളേരൊക്കെ പതറിപ്പോകുന്നത്. പല ദൈവങ്ങൾക്കിടയിൽ ഒരു ദൈവമായിട്ട് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് കുഞ്ഞുമക്കൾ ചോദിക്കുമ്പോൾ ഉള്ളിൽ ഭാരം വരേണ്ട കാര്യം അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ബോധ്യം കൊടുക്കാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. പരസ്പരം ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ഒന്നാമത്തെ വായനയിൽ വായിച്ചല്ലോ, ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവിടുത്തെ പുത്രനായ യേശുവിനെ സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്ന്.
അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന്, തെറ്റായ പഠനങ്ങളിൽ നിന്ന്, ഇങ്ങനെ വഴിവിട്ട് ചിന്തിക്കുന്ന ചിന്തകളിൽ നിന്നൊക്കെ മാറി ക്രിസ്തുവിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് അവനെ പഠിച്ച് അവനാകുന്ന സത്യം തിരിച്ചറിഞ്ഞ് അവനോടിങ്ങനെ ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള ഒരു പരിസരം നമ്മൾ രൂപപ്പെടുത്താതെ പോയി എന്നുള്ളതാ പ്രയാസം. ഈ നിമിഷങ്ങൾ, ഇനിയുള്ള ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ, ഈ കുടുംബത്തിലെ നമ്മൾ ജീവിക്കുന്ന ഓരോ സമയങ്ങളും അത് അവനെ തിരിച്ചറിയാനും ആ സത്യദൈവത്തെ വിളിച്ചു പറയാനും അത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഇങ്ങനെ മുദ്രയായി പതിപ്പിക്കാൻ മാത്രം ശക്തമായി കൊടുക്കാനുമുള്ള സമയങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു എന്നെങ്കിലും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? കുഞ്ഞുങ്ങളിരുന്ന് കളിക്കുമ്പോൾ, അവർ ഓടി നടക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയിൽ ഈശോയാണെന്ന് പറഞ്ഞു കൊടുക്കാതെ വെറുതെ വിട്ടിരിക്കുന്ന മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്നുണ്ട് നമ്മളെ. അമ്മയും കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന നേരത്ത് ചെറിയ കുഞ്ഞ് വന്ന അമ്മയെ ഇങ്ങനെ ശാസിക്കുന്നുണ്ട് ഈശോ. ആ ചെറിയ പെങ്കൊച്ച് അൾത്താരയിലേക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചൂണ്ടിയിട്ടാ പറയണേ ഈശോ. മിണ്ടാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തല. ചെറിയ കുഞ്ഞുങ്ങൾ നമ്മളെന്തുകൊണ്ടാണ് മറന്നു പോണേ? ഈ തമ്പുരാന്റെ മുൻപിൽ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യരുടെ പ്രകാശത്തോടും ബോധ്യത്തോടും കൂടെ നമുക്ക് മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ എന്താണെന്ന്, നമ്മളെ ചില ആവശ്യമില്ലാത്ത ചിന്തകൾ എന്താണെന്ന് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക്, നമുക്ക് കാരണന്മാർ വഴി കിട്ടിയ കാര്യങ്ങളായിരിക്കും, അതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്ത് ഭാരമുള്ള മനസ്സുമായിട്ട് ഉറങ്ങാൻ പോയാൽ മതി. നാളെയെങ്കിലും അതൊന്ന് തിരുത്തി കൊടുക്കണം. മക്കൾ, ഇതൊന്നും ആയിരുന്നില്ല. ശരിക്കും കർത്താവിൻ്റെ വഴി ഇതല്ല. സമയം നോക്കുന്നതടക്കം, കല്ലിടാനുള്ള സമയം നോക്കുന്നതടക്കം ഈ ക്ഷുദ്ര പ്രയോഗങ്ങളിലും കൂടോത്രങ്ങളിലും വിശ്വസിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ തിരുത്താവശ്യമുണ്ടെന്നറിയണം. ഇന്നത് ആലോചിച്ചെടുത്ത് നാളെ മുതലെങ്കിലും തിരുത്തി തുടങ്ങിയേ പറ്റുള്ളൂ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. തെളിച്ചമുള്ള ചിന്തകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.